ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ലാസ്റ്റ് ഡേ ഓഫ് ഹൈദരാബാദ് സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഡേ നമ്മൾ ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം മാറ്റി വെച്ചേക്കുന്നത്. സോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മോസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഏരിയാസ് വരുന്നത് ചാർമിനാറും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഭാഗങ്ങളുമാണ്. പിന്നെ കുറച്ച് അവിടുത്തെ ഫേമസ് ഫുഡ് സ്പോട്ട്സും ട്രൈ ചെയ്യണം. അന്ന് രാത്രി ചാർമിനാർ പോയപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും അത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. സോ ഇന്നായപ്പം നമുക്ക് വിചാരിച്ചതിലും കൂടുതൽ സമയം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയിട്ട് ആദ്യം പോയത് മിലൻ ജ്യൂസ് സെന്ററിലാണ്. അപ്പോൾ ഈ മിലൻ ജ്യൂസ് സെന്ററിനെ പറ്റി ഒത്തിരി നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു മസ്റ്റ് ട്രൈ സ്പോട്ടാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മൽബറി മാൽബയും പിന്നെ ഫ്രൂട്ട് മഡ്ക്കയൊക്കെ കഴിച്ചായിരുന്നു. പക്ഷേ പറയത്തക്ക വിധം ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് മദീന ഹോട്ടലിലാണ് അവിടുത്തെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് is one amongst the best biryani spots in Hyderabad. പിന്നെ നമ്മൾ അവിടുത്തെ ഫേമസ് ഹലീം ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഹലീം പ്രിപ്പയർ ആവാൻ കുറച്ച് സമയം പിടിക്കും, ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞേ അത് ഉണ്ടാവുള്ളൂ എന്നാണ്. സോ അത് മിസ്സായി. പക്ഷേ ചിക്കൻ ബിരിയാണി ഒട്ടും രക്ഷയില്ലായിരുന്നു കേട്ടോ. സോ അവിടെ പോകുന്നവർ ഇവിടെ എന്തായാലും കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബിരിയാണി, ആ ചിക്കൻ്റെ മസാലയും ആ ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കൻ പീസസ്, പറയണ്ട, അതിൽ വെള്ളം ഉറന്നു. ഫുഡ് കഴിഞ്ഞ് ഒരു അടി പോലും നടക്കാൻ വയ്യാണ്ടായി പോയി. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി വേറെ ഒരിടത്തും പോകണ്ട, നേരെ എയർപോർട്ടിലേക്ക് വിടാമെന്ന്. രാത്രി 8:30 ഫ്ലൈറ്റാണ്. നമ്മളൊരു 2 കാലൊക്കെ ആയപ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് എത്തി. കാരണം പിന്നെ വൈകിയായിരുന്നു. പിന്നെ അധികം ബോറടിയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് സമയം പോയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നത് നോക്കിയും ഫ്ലൈറ്റ് പോകുന്നത് നോക്കിയൊക്കെ കൊണ്ട് സമയം അങ്ങോട്ട് പോയായിരുന്നു. പിന്നെ 6:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഒരു 7:30 ആയപ്പോൾ ബോർഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഒരു 8:40 ഒക്കെ ആയപ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഇനി ഹൈദരാബാദിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടാണ്. നല്ല മെമ്മറീസ് ആയിട്ട്. ഒരു 10 മണിയോട് അടുപ്പിച്ച് നമ്മൾ ട്രിവാൻഡ്രം എത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിൽ കാണുന്നതാണ് വിഴിഞ്ഞം ഹാർബർ. സോ ഇതോടെ എൻ്റെ ഹൈദരാബാദ് സീരീസിൻ്റെ വീഡിയോസ് തീരുകയാണ്. സോ എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൾസോ ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.